ഹലോ മക്കളെ, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. In the previous class, we are discussed about some basic concepts of nanotechnology, nanosciences and nanomaterials and its nanoscale, etc. അല്ലേ? അങ്ങനെ നമ്മൾ അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് മിസ്സ് കരുതുകയാണ്. നന്നായിട്ട് നോക്കണം ബേസിക്സ്. ഇനി നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ്, വാസ്റ്റ് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബിക്കോസ് നാനോ ടെക്നോളജി have very wide application in different areas like medicinal field, electronic field, textile field. ഓക്കെ, കാരണം നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് are made up with this nano materials or nano particles. Okay, എല്ലാ ടെക്നോളജിയിലും എന്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്? നാനോ ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടാണ് ഇന്നത്തെ എല്ലാ ഫങ്ഷനിങ്ങും നടക്കുന്നത്. അത് എന്ത് മെഡിസിൻസ് ആയിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽസ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഡിവൈസസ് ആയിക്കോട്ടെ, ഈവൻ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എല്ലാത്തിലും എന്തുണ്ട്? നാനോ ടെക്നോളജി ഉണ്ട്. സോ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, സെലക്റ്റഡ് ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻസ് ആണ് വാട്ട് ഈസ് പൊട്ടൻഷ്യൽ യൂസ് ഓഫ് nano particles in computers. Okay, അപ്പം കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരേണ്ടുന്ന ഒരു കാര്യമില്ല. ബിക്കോസ് യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ബട്ട് പഴയ കമ്പ്യൂട്ടേഴ്സ്, പണ്ടുള്ള കമ്പ്യൂട്ടേഴ്സ്, കാരണം ഒരു കമ്പ്യൂട്ടേഴ്സിന് ഒത്തിരി എന്തുണ്ട്, ജനറേഷൻസ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഇങ്ങനെ പല ജനറേഷൻസിലൂടെയും കടന്നു വന്നിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഫ്ലാറ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടാബ്, ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ഇപ്പം എത്തിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനൊരു റീസൺ എന്താണ്? ദിസ് നാനോ ടെക്നോളജി. ഓക്കെ, അതിൻ്റെ പിന്നിലുള്ള ടെക്നോളജി ഓർ മെക്കാനിസം ബിഹൈൻഡ് ദാറ്റ് സിസ്റ്റം ഇസ് നാനോ ടെക്നോളജി ഓർ നാനോ സയൻസ്. സോ ഇൻ ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ അതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോറേജ് ഡിവൈസസ് എല്ലാം എന്തായിരുന്നു? സിലിക്കോൺ ബേസ്ഡ് ആയിരുന്നു. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാകും ട്രാൻസിസ്റ്റർ അല്ലേ? സിലിക്കോൺ ട്രാൻസിസ്റ്റർ അല്ലേ? സിലിക്കൺ ജെർമാനിയം ഒക്കെ പഠിച്ചിട്ടില്ലേ? നിങ്ങൾ 10th ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, N ടൈപ്പ്, P ടൈപ്പ് എന്നൊക്കെ. അതുപോലെ നമ്മൾ പഴയ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? സിലിക്കോൺ ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു. ദാറ്റ് ഈസ് സിലിക്കോൺ ബേസ്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് നൗ എ ഡേയ്സ്, ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നാനോ പാർട്ടിക്കിൾസ്. എന്താ യൂസ് ചെയ്യുന്നത്? നാനോ പാർട്ടിക്കിൾസ്. സോ ഇവിടെ ഞാൻ നാനോ പാർട്ടിക്കിൾസിനെ ഷോർട്ടായിട്ട് NPS എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കും ലെക്ചർ നോട്ടിൽ ഇത് യൂസ് ചെയ്യാം, ബട്ട് എക്സാം പേപ്പറിൽ നിങ്ങളിത് യൂസ് ചെയ്യരുത്. നാനോ പാർട്ടിക്കിൾസ് എന്ന് തന്നെ എഴുതണം. ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ യൂസ് ചെയ്ത് എന്താണ്? ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് എന്താണ്? വലിയ ട്രാൻസിസ്റ്റർ ബേസ്ഡ് ആയിരുന്നു. ബിഗ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെല്ലാം സീരീസ് ആയിട്ട് വരി എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? സിലിക്കോൺ കമ്പോണൻസ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, വലിയൊരു റൂം നിറച്ചും എന്തായിരുന്നു? കമ്പ്യൂട്ടർ ആയിരുന്നു. ഫസ്റ്റ് ആദ്യം കണ്ടുപിടിച്ച കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഒരു റൂം നിറച്ചും കമ്പ്യൂട്ടർ ആയിരുന്നു. ആ ഒരു കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു റൂം വേണമായിരുന്നു അല്ലേ? ഇന്നിപ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല അല്ലേ? അപ്പോൾ ആ ഒരു ലെവലിലോട്ടേക്ക് നമ്മുടെ സയൻസ് വളർന്നു അല്ലേ? അതിന് കാരണം എന്താണ്? നാനോ ടെക്നോളജിയാണ്. സോ നൗ എ ഡേയ്സ് ഇന്ന് എന്താ യൂസ് ചെയ്യുന്നത്? നാനോ പാർട്ടിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. എവിടെ? നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നാനോ ടെക്നോളജി പ്രൊവൈഡ്സ് ഫാസ്റ്റ് റണ്ണിങ് കമ്പ്യൂട്ടേഴ്സ്. നാനോ ടെക്നോളജി പ്രൊവൈഡ്സ് faster running computers and use of nano materials gives tiny molecule sized machines. കണ്ടോ? ഈ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്?
ടൈനി സൈസ്ഡ് മെഷീനാണ്. അതായത് വളരെ ചെറിയ മെഷീനിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഗ് കമ്പ്യൂട്ടർ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് സ്മോൾ നാനോ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് വന്നു ബൈ ദ യൂസ് ഓഫ് ദിസ് നാനോ പാർട്ടിക്കിൾസ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ നാനോ ടെക്നോളജി പ്രൊവൈഡ്സ് ഫാസ്റ്റർ റണ്ണിങ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു അല്ലേ? അപ്പോൾ ഇതാണ് ബേസ്. ഇനി ഇവിടേക്ക് വരാം. ഈ നാനോ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ നാനോ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. എന്താണ്? കാർബൺ നാനോ ട്യൂബ്. ഇൻ ഷോർട്ട് ക്യാപിറ്റൽ CNT. ഷോർട്ടായിട്ട് എന്ത് പറയും? ക്യാപിറ്റൽ CNT. അപ്പോൾ ഈ കാർബൺ നാനോ ട്യൂബിൻ്റെ സ്ട്രാൻഡ്സ് എന്താണ്? എവിടെ യൂസ് ചെയ്യും? ട്രാൻസിസ്റ്റേഴ്സിൽ യൂസ് ചെയ്യും. കുഞ്ഞു 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 ചെറിയ ട്രാൻസിസ്റ്റേഴ്സിൽ ആര് യൂസ് ചെയ്യും? കാർബൺ നാനോ ട്യൂബ്. ഇതെന്താണ്? ഒരു നാനോ മെറ്റീരിയലാണ്, നാനോ പാർട്ടിക്കിളാണ്. ഇതെന്താണ്? ഒരു നാനോ പാർട്ടിക്കിളാണ്. ഒത്തിരി ആപ്ലിക്കേഷനുള്ള ഒരു നാനോ പാർട്ടിക്കിളാണ് ഏത്? കാർബൺ നാനോ ട്യൂബ്. ഈ കാർബൺ നാനോ ട്യൂബ് ഉണ്ട്, കാർബൺ നാനോ വയേഴ്സ് ഉണ്ട്, കാർബൺ നാനോ ഫൈബേഴ്സ് ഉണ്ട്, കാർബൺ നാനോ ത്രെഡ്സ് ഉണ്ട്. ഈവൻ നമ്മൾ ഈ പണ്ടൊക്കെ നമുക്കൊരു മുറിവ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ ആ തുന്നെടുക്കണമായിരുന്നു അല്ലേ? ഭയങ്കര പെയിൻഫുള്ളാണ് അല്ലേ എല്ലാവർക്കും ഇത്. പക്ഷെ ഇപ്പം നമുക്കൊരു സർജറി കഴിഞ്ഞാൽ നമ്മൾ തുന്നെടുക്കാൻ പോകാറുണ്ടോ? ഇല്ല. കാരണം അത് ഓൾറെഡി ബോഡിയിൽ എന്താണ്? ഡൈജസ്റ്റബിൾ ആണ് അല്ലേ? നമ്മുടെ മുറിവ് ഉണങ്ങുന്നതിനനുസരിച്ചിട്ട് ഹീൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റിച്ച് ഇടാൻ യൂസ് ചെയ്തിട്ടുള്ള ഫൈബർ എന്താണ്? നമ്മുടെ ഫ്ലഷിനോടൊപ്പം തന്നെ അലിഞ്ഞ് ഇല്ലാണ്ടാകും. അതൊരിക്കലും പേഷ്യൻറ്റിന് എന്തല്ല? ഹാമല്ല അല്ലേ? അത് ഏത് ഫൈബറാണ് യൂസ് ചെയ്യുന്നത്? കാർബൺ നാനോ ഫൈബേഴ്സാണ്. എക്സ്ട്രാ സ്റ്റെബിലിറ്റിയാണ്, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. സാധാ ത്രെഡിനേക്കാളും ഭയങ്കര എന്താ പറയുക സ്ട്രോങ് ആയിരിക്കും ഏത്? കാർബൺ നാനോ ത്രെഡ്സ് ഓർ കാർബൺ നാനോ ഫൈബേഴ്സ്. അപ്പോൾ മനസ്സിലായോ എന്താണ് കാർബൺ നാനോ ട്യൂബ്? എന്താണ് കാർബൺ നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബേസിക്കലി കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മൈൻഡിൽക്കും വരുന്നത് എന്താണ്? ഒരു ബ്ലാക്ക് നിറം അല്ലേ? കാരണം എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ആണ് അല്ലേ? എല്ലാത്തിൻ്റെയും ഫൈനൽ പ്രോഡക്റ്റ് കാർബൺ ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഈ കാർബണിനെ നമ്മൾ നാനോ ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരുപാട് എന്താണ് മൾട്ടിപ്പിൾ എന്താ പറയുക പ്രോപ്പർട്ടീസ് ആയിരിക്കും. നമുക്ക് അൺപ്രഡിക്റ്റബിൾ പ്രോപ്പർട്ടീസ് ആയിരിക്കും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പ്രോപ്പർട്ടീസ്. അതിന് എന്തുണ്ടായിരിക്കും? ആ സമയത്ത് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാകും, എക്സ്ട്രാ സ്ട്രെങ്ത് ഉണ്ടാകും, കണ്ടക്ടറായിരിക്കും. ഒരു അടിപൊളി കണ്ടക്ടറാണ് ഒരു കാർബൺ നാനോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം നമ്മൾ നിങ്ങൾ കരിയെടുത്ത് കറണ്ട് കടത്തി വിട്ട് നോക്കൂ, കറണ്ട് പോവില്ല. പക്ഷേ കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാർബണിൻ്റെ ഒരു ഫോമാണ് കോക്ക് അല്ലെങ്കിൽ ആഷ് എന്നൊക്കെ പറയണത് അല്ലേ? അപ്പോൾ അതിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിട്ട് നോക്കൂ, കറണ്ട് പോവില്ല. പക്ഷേ വെൻ വി റെഡ്യൂസ് ദ മാക്രോ കാർബൺ ടു നാനോ കാർബൺ ദാറ്റ് ടൈം ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. അതിനെന്ത് പറ്റും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു കണ്ടക്ടറാണ്. അതുകൊണ്ടാണ് നമ്മൾ എവിടെ ഇതിനെ ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടേഴ്സിൽ ട്രാൻസിസ്റ്ററിൻ്റെ കൂടെ ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കും. വളരെ കുഞ്ഞ് ആളാണ്, സ്മോളായിട്ടുള്ള ഒരാളാണ്. ഇതിനെ ടൈനി ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കൂടെ ഇതിൻ്റെ സ്ട്രാൻഡ്സ്, കുഞ്ഞു കുഞ്ഞു കാർബൺ സ്ട്രാൻഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ സൈസ് എന്തായിരിക്കും? 1 to 100 നാനോമീറ്ററിൻ്റെ ഇടയ്ക്കായിരിക്കും അതിൻ്റെ സൈസ്. അത് ഈ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കൂടെ എന്ത് ചെയ്യും? നമ്മൾ കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടി എന്താണ്? ഇറ്റ്സ് പ്രോസസ്സിംഗ് പവർ ഈസ് 2 times greater than that of silicon chips. മിസ് ഈ ഒരു സിമ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഗ്രേറ്റർ ദാൻ എന്നുള്ളതാട്ടോ. ഞാനൊക്കെ ഷോർട്ടാക്കി എഴുതുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ കേട്ടോ, സോറി, ഗ്രേറ്റർ ദാൻ. അപ്പോൾ 2 times ഗ്രേറ്റർ ദാൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 സിമ്പിൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നോട്ടിലുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഈ നമ്മൾ കാർബൺ നാനോ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടർഫുൾ നാനോ മെറ്റീരിയലാണ്. അതിന് കണ്ടക്ഷൻ ഉണ്ട്, നല്ല കണ്ടക്റ്റിംഗ് പവർ ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, എല്ലാവിധ സ്പെഷ്യൽ പ്രോപ്പർട്ടീസോട് കൂടിയിട്ടുള്ള ഒരു നാനോ മെറ്റീരിയലാണ് കാർബൺ നാനോ ട്യൂബ്. ഇൻ ഷോർട്ട് വി കോൾ ഇറ്റ് ആസ്
CNT, and in computers strands of carbon atoms are connected into tiny transistors, so its processing power is 2 times greater than that of the traditional silicon chip. പണ്ട് യൂസ് ചെയ്തിരുന്നത് സിലിക്കോൺ ചിപ്പായിരുന്നു അല്ലേ, പക്ഷേ ഇപ്പം കാർബൺ നാനോ ട്യൂബ്സ് ആണ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കണ്ടക്ഷൻ ഭയങ്കര കൂടുതലാണ്, സോ അതിൻ്റെ പ്രോസസ്സിങ് പവർ എന്താണ്, 2 times ഗ്രേറ്റർ ആണ്. ഓക്കെ,